ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഫാത്തിമാസ് കിച്ചൺ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി കുക്കീസ് റെസിപ്പി ആയിട്ടാണ്. ഗോതമ്പ് പൊടി കൊണ്ടുണ്ടാക്കുന്ന എഗ്ഗ്ലെസ് കോക്കനട്ട് കുക്കീസ് റെസിപ്പി. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണുക. നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. ഇതിലേക്ക് ആവശ്യമായ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. പീലിയെല്ലാം കളഞ്ഞ് ചെറിയ പീസസ് ആക്കി എടുത്തതാണ്. ഇതൊന്ന് നമുക്ക് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരു ഉണങ്ങിയ ബൗളിലേക്ക് 1 കപ്പ് ബട്ടർ ചേർത്ത് കൊടുക്കാം. പൊടിച്ച പഞ്ചസാര 1 കപ്പ് ചേർത്ത് കൊടുത്തുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സാക്കി വളരെ സ്മൂത്തായി വരുന്നത് വരെ മിക്സാക്കി എടുക്കാം. നല്ലൊരു ക്രീമി പരുവത്തിലായിട്ടുണ്ട്. ഇതേപോലെ ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. കാൽ കപ്പ് കോൺഫ്ലവർ പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ക്രഷ് ചെയ്തെടുത്തിരുന്ന തേങ്ങ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു, അതൊരു കപ്പുണ്ട്, അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. 1 പിഞ്ച് ഉപ്പ് കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കൊക്കോ പൗഡർ കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കൊക്കോ പൗഡർ ഇല്ലെങ്കിൽ ഒഴിവാക്കാം, നിർബന്ധമില്ല. 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായി കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കുഴച്ചെടുക്കണം. ആവശ്യത്തിന് കുറച്ച് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കാം. ചപ്പാത്തി പരുവത്തിനേക്കാളും വെള്ളം കുറച്ച് കുഴച്ചാൽ മതി. അതിനെത്രയാണോ ആവശ്യം വരുന്നത് അതിനനുസരിച്ച് മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതേ പരുവത്തിൽ കുഴച്ചെടുത്തതിന് ശേഷം നല്ലതുപോലെ ഉരുട്ടിയെടുത്തിട്ട് ഒരു ബട്ടർ ഷീറ്റ് വെച്ച് കൊടുത്തുകൊണ്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. മുകളിലും ഒരു ബട്ടർ ഷീറ്റ് വെച്ച് കൊടുത്ത് റോളർ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് നമുക്ക് പരത്തിയെടുക്കാം. വളരെ കനം കുറയാനോ കനം കൂടാനോ പാടില്ല. മീഡിയം ലെവലിൽ ഒന്ന് പരത്തിയെടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഷേപ്പിലത് എടുക്കാം. അച്ചുണ്ടെങ്കിൽ അച്ച് കൊണ്ട് ഷേപ്പ് ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കൈവെള്ളയിൽ വെച്ചിട്ട് ഷേപ്പാക്കി എടുക്കാം. ഞാനിവിടെ 2 വിധത്തിൽ കാണിച്ചു തരാം. എൻ്റെ കയ്യിലൊരു റൗണ്ട് അച്ചാണുള്ളത്, അതുകൊണ്ട് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ അച്ചാണോ വേണ്ടത് അത് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. കുക്കീസിൻ്റെ അച്ചുകൾ പല ഷേപ്പിലും വാങ്ങാൻ കിട്ടും. അതേപോലെ ചെയ്തെടുക്കാം. ഇതേപോലെ റൗണ്ട്സ് ആക്കിയതിന് ശേഷം പൊട്ടിപ്പോവാതെ അത് നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്കൊന്ന് മാറ്റാം. ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കൊന്നൊരു സ്റ്റിക്ക് കൊണ്ടൊന്ന് ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കാം. ഹോൾസ് ഇട്ട് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് ബേക്കായി കിട്ടും. ഇനി നമുക്ക് കുറച്ച് ഇതേപോലെ കൈവെള്ളയിൽ വെച്ചിട്ട് ഇതേപോലെ റോൾസ് ആക്കി ഒന്ന് ചെറിയൊരു ഷേപ്പാക്കി എടുക്കാം. അങ്ങനെ 2 വിധത്തിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. ഇത് നമുക്കൊന്ന് ഹോൾസ് ഇട്ട് കൊടുക്കാം. ഹോൾസ് ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഇതിൽ കോക്കനട്ട് ആഡ് ചെയ്തത് കൊണ്ട് പെട്ടെന്ന് ബേക്കായി കിട്ടാൻ ഹോൾസ് ഇട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും.
ഹോൾസ് ഇട്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് ബേക്കായി കിട്ടാനാണ്. എന്നിട്ട് ഒരു 150 ഡിഗ്രി ടെമ്പറേച്ചറിൽ ഒരു 25-30 മിനിറ്റോളം ഓവണിൽ ബേക്ക് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഓവണിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇനി പാനിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ സ്ലോ ഫ്ലെയിമിൽ ഒരു 25-30 മിനിറ്റ് തന്നെ ബേക്ക് ചെയ്തെടുക്കാം. ഫ്ലെയിം ഒന്ന് സ്ലോ ആക്കി വെക്കണം. അങ്ങനെ നമ്മുടെ കോക്കനട്ട് കുക്കീസ് റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തിയും വളരെ ടേസ്റ്റിയുമാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് തീർച്ചയായും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.